ഹലോ എവ്രി വൺ, ഹോപ്പ് ഓൾ ആർ ഫൈൻ. ഇന്ന് നമ്മളിവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ടോപ്പിക് എന്ന് പറയുന്നത് മെൻ്റൽ ഹൈജീനെ കുറിച്ചിട്ടാണ്. മെൻ്റൽ ഹൈജീനും അതിൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സിനെ കുറിച്ചിട്ടാണ് നമ്മളിന്ന് ഇവിടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. സോ ഫസ്റ്റ് ഓഫ് ഓൾ, വാട്ട് ഈസ് മെൻ്റൽ ഹൈജീൻ? എന്താണ് മെൻ്റൽ ഹൈജീൻ? അതിനു മുന്നേ ഹൈജീൻ എന്ന് പറഞ്ഞാൽ എന്താണ്? നമുക്കെല്ലാവർക്കും ഫിസിക്കൽ ഹൈജീൻ ഉണ്ട് അല്ലേ? ഹൈജീൻ കൊണ്ട് എന്താണ് ഉദ്ദേശിക്കുന്നത്? ഹൈജീൻ എന്ന് വെച്ചാൽ ഇൻ സിമ്പിൾ ഇറ്റ്സ് ക്ലെൻലിനെസ് അല്ലേ? സോ ഫിസിക്കൽ ഹൈജീനിന് വേണ്ടിയിട്ട് നമ്മൾ എന്തൊക്കെയാണ് ചെയ്യുന്നത്? നമ്മൾ ബ്രഷ് ചെയ്യും, നമ്മൾ വി ടേക്ക് ബാത്ത്, നമ്മൾ നമ്മുടെ വീടും പരിസരമൊക്കെ ക്ലീൻ ആക്കി വെക്കും, നമ്മൾ നല്ല നീറ്റ് ആൻഡ് ടൈഡി ആയി ഡ്രസ്സ് ഇടും അല്ലേ? അങ്ങനെ നമുക്ക് ഫിസിക്കൽ ഹൈജീനിന് വേണ്ട കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നുണ്ട്. സോ അതേപോലെ തന്നെ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് മെൻ്റൽ ഹൈജീൻ എന്ന് പറയുന്നതും. മെൻ്റൽ ഹൈജീൻ എന്ന് പറഞ്ഞാൽ നല്ല ആരോഗ്യമുള്ള, നല്ല പോസിറ്റീവായിട്ടുള്ള, നല്ല ക്ലീൻ ആയിട്ടുള്ള ഒരു മൈൻഡ് സെറ്റാണ് മെൻ്റൽ ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. അത് പോസിറ്റീവ് തോട്ട്സ് ആവാം, ഇമോഷണലി നമ്മൾ ഹാപ്പിയായി സ്റ്റേബിളായി നമ്മുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്ത് വെക്കുന്നതാണ്. അപ്പോൾ അതാണ് മെൻ്റൽ ഹൈജീൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മൾ കേട്ടിട്ടില്ലേ, നമുക്ക് നമ്മുടെ മനസ്സിന് നമ്മുടെ ശരീരത്തെ പെട്ടെന്ന് തളർത്താൻ പറ്റും. സോ ഇഫ് യുവർ മൈൻഡ് ഈസ് വീക്ക് ഇറ്റ് ക്യാൻ അഫക്റ്റ് യുവർ ബോഡി ടു. സോ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ നല്ല ആരോഗ്യമുള്ള, നല്ല ഹെൽത്തി ആയിട്ടുള്ള ഒരു മനസ്സിനെ ഡെവലപ്പ് ചെയ്യണം. അത് കുറേയൊക്കെ നമ്മളെ കൈകളിൽ തന്നെയാണ്. നമ്മളെ ഇമോഷൻസിനെ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പഠിക്കണം. നമ്മൾ പെട്ടെന്ന് സിറ്റുവേഷൻസിൽ നമ്മൾ ഡൗൺ ആവാതെ അതിനുള്ള ഒരു കാലിബർ, അതിനുള്ള ഒരു കപ്പാസിറ്റി നമ്മൾ തന്നെ ബിൽഡ് ചെയ്ത് നമ്മളുടെ ഉള്ളിൽ വെക്കണം. അതാണ് നമ്മൾ ഫസ്റ്റ് ഓഫ് ഓൾ ചെയ്യേണ്ടത്. സോ നെക്സ്റ്റ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് മീനിങ് ഓഫ് മെൻ്റൽ ഹൈജീൻ ആണ്. സോ എന്താണ് മെൻ്റൽ ഹൈജീൻ എന്ന വാക്കിൻ്റെ മീനിങ്? നേരത്തെ ഇൻട്രൊഡക്ഷനിൽ പറഞ്ഞതുപോലെ തന്നെ നമ്മുടെ മനസ്സിനെ സ്റ്റഡിയായി അണ്ടർ കൺട്രോളായി വെക്കുന്നതാണ് മെൻ്റൽ ഹൈജീൻ എന്ന് പറയുന്നത്. നമ്മുടെ ഹെൽത്ത്, അതായത് നമ്മുടെ ഫിസിക്കൽ ഹൈജീനെ പറ്റി നമ്മളെപ്പോഴും കൺസേൺ ആയിട്ട് എല്ലാം ചെയ്യും. പക്ഷെ ഓഫൺ വി ഫോർഗെറ്റ് അബൌട്ട് ആർ മെൻ്റൽ ഹൈജീൻ. ഫസ്റ്റ് ഓഫ് ഓൾ, മെൻ്റൽ ഹൈജീൻ ഇസ് വെരി ഇമ്പോർട്ടൻറ്റ്. ആദ്യം നമ്മൾ പ്രയോറിറ്റി കൊടുക്കേണ്ടത്, നമ്മൾ പ്രയോറിറ്റൈസ് ചെയ്യേണ്ടത് നമ്മുടെ മെൻ്റൽ ഹൈജീനാണ്. മെൻ്റലി നമ്മൾ ഓക്കെ ആണ്, നമ്മൾ നല്ല ഹെൽത്തി ആണെങ്കിൽ അത് ഗ്രാജുവലി നമ്മുടെ ഫിസിക്കൽ ഹൈജീനെ അത് നന്നായിട്ട് ബൂസ്റ്റ് ചെയ്യും, അതിൻ്റെ ഗ്രോത്തിന് ഹെൽപ്പ് ചെയ്യും, ഡെവലപ്മെൻറ്റിന് ഹെൽപ്പ് ചെയ്യും, എല്ലാത്തിനും നമ്മുടെ ഈ ഒരു പോസിറ്റീവായിട്ടുള്ള മെൻ്റൽ ഹൈജീൻ ഹെൽപ്പ് ചെയ്യും. So, in short, mental hygiene means keeping a mind clean, calm and healthy. ഡിസ്കസ് ചെയ്ത പോലെ തന്നെ മനസ്സിനെ നല്ല പീസ്ഫുള്ളായിട്ട്, നെഗറ്റീവ് തോട്ട്സ് എല്ലാം ഒഴിവാക്കി നല്ല പീസ്ഫുള്ളായിട്ട് വെക്കുന്നതാണ് ഒരു മീനിങ് എന്ന് പറയുന്നത്. രണ്ടാമത്, മെൻ്റൽ സ്ട്രെസ്സ്, ഇമോഷണൽ ട്രോമ, ഇമോഷണൽ പ്രോബ്ലംസ്, ഇതിനെയൊക്കെ ഒരു പരിധി വരെ വി ഹാവ് ടു കീപ്പ് അസൈഡ് ആൻഡ് ഓൾസോ വി ഹാവ് ടു കീപ് ദം അണ്ടർ കൺട്രോൾ ചെയ്യാൻ പറ്റണം. ഒരു മെൻ്റലി ഹൈജീൻ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഒരു മെൻ്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾക്ക്, ഇപ്പോൾ നമ്മൾ പലരെയും കണ്ടിട്ടുണ്ട്, പെട്ടെന്ന് ഈ പബ്ലിക് പ്ലേസിൽ നിന്നൊക്കെ ഇമോഷണൽ ആവുക, അങ്ങനെയൊക്കെ ഉള്ളവരുടെ മെൻ്റൽ സ്റ്റെബിലിറ്റി വളരെ കുറവാണ്. പക്ഷെ മെൻ്റലി സ്റ്റേബിൾ ആയിട്ടുള്ള ഒരാൾ എന്ന് പറയുന്നത് അവരവരുടെ ഫീലിങ്സ് നന്നായിട്ട് കൺട്രോൾ ചെയ്ത് വെക്കുന്ന ഒരാളാണ്. ഓക്കെ, നെക്സ്റ്റ്, മെയിൻറ്റെയിനിങ് എ പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് ടുവേർഡ്സ് ലൈഫ്. അത് ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ, ഈ ഒരു ജനറേഷനിൽ വളരെ കുറഞ്ഞുകൊണ്ടിരിക്കുന്ന ഒരു കാര്യമാണ് ലൈഫിനോടുള്ള പോസിറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. അതുകൊണ്ടാണ് ഇപ്പോൾ സില്ലി കാര്യത്തിന് പോലും ആൾക്കാർ സൂയിസൈഡ് ചെയ്യുന്നത്. ബിക്കോസ് അവർക്ക് അവരുടെ ആ ഒരു മെൻ്റൽ ഹൈജീൻ ഇല്ല, ഒരു മെൻ്റൽ ഇമോഷണൽ പ്രോബ്ലംസ് ഹാൻഡിൽ ചെയ്യാനുള്ള കേപ്പബിലിറ്റി അവർക്കില്ല. അതുകൊണ്ടാണ് ഈ ഒരു ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വരെ അവർ ഇമോഷണലി ഭയങ്കര ഡൗൺ ആയി ലൈഫ് എൻഡ് ചെയ്യുന്ന ഒരു പോയിന്റ് വരെ എത്തുന്നത്. ഓക്കെ, സോ ഇൻ സിമ്പിൾ വേർഡ്സ്, മെൻ്റൽ ഹൈജീൻ ഇസ് ദ ഹാബിറ്റ് ഓഫ് ടേക്കിംഗ് കെയർ ഓഫ് തോട്ട്സ്, ഫീലിങ്സ്, ഇമോഷൻസ് എന്നൊക്കെ നമുക്ക് പറയാം. സോ നമ്മുടെ തോട്ട്സിനെ, ഫീലിങ്സിനെ, ഇമോഷൻസിനെ എല്ലാം നമ്മളെ ശ്രദ്ധിച്ച് കൈകാര്യം ചെയ്യുന്നതാണ് നല്ല ഒരു മനസ്സിന് ഉടമ ചെയ്യുന്നത്. സോ ദാറ്റ് പേഴ്സൺ ക്യാൻ ഹാൻഡിൽ എവറിത്തിങ് ആൻഡ് their mental breakdown can be controlled. They can handle their feelings. They are mentally fit. So next comes, why is mental hygiene important? എന്തുകൊണ്ടാണ് മെൻ്റൽ ഹൈജീൻ ഇമ്പോർട്ടൻറ്റ് എന്നാണ് അടുത്ത ടോപ്പിക്ക്. മെൻ്റൽ ഹൈജീൻ നമ്മുടെ സ്ട്രെസ്സ് റെഡ്യൂസ് ചെയ്യാൻ, ആങ്സൈറ്റി കൺട്രോൾ ചെയ്യാൻ ഒക്കെ നമ്മളെ ഹെൽപ്പ് ചെയ്യും. രണ്ടാമത്,
കോൺസെൻട്രേഷൻ, കോൺഫിഡൻസ് ബൂസ്റ്റ് ചെയ്യാൻ നമ്മൾ മെൻ്റലി സ്റ്റേബിൾ ആവുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. പിന്നെ കോൺസെൻട്രേഷൻ, മെൻ്റലി വീക്കായിട്ട് ഒരുപാട് പ്രോബ്ലത്തിലുള്ള ഇപ്പോൾ ഒരു സ്റ്റുഡൻറ്റ്, ഫോർ എക്സാമ്പിൾ ഒരു സ്റ്റുഡൻറ്റിന് എക്സാമിനേഷനിൽ, സ്റ്റഡീസിൽ, അവരുടെ അക്കാഡമിക്സിലൊക്കെ കോൺസെൻട്രേറ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടായിരിക്കും. അപ്പോൾ ഇപ്പോൾ നമ്മൾ കാണുന്നില്ലേ, സ്റ്റുഡൻസ് മുന്നേയൊക്കെ നന്നായിട്ട് പഠിച്ചുകൊണ്ടിരുന്ന ടോപ്പറായിട്ടുള്ള കുട്ടിയായിരിക്കും, പിന്നീട് പെട്ടെന്ന് എന്തെങ്കിലും ഒരു ഫാമിലി പ്രശ്നമോ എന്തെങ്കിലും കാരണം കൊണ്ട് പെട്ടെന്ന് പഠിത്തത്തിൽ ഡൗൺ ആയിപ്പോവും. അപ്പോൾ ഇതൊക്കെ ഒരു മെൻ്റൽ ഹൈജീൻ അല്ലെങ്കിൽ അവരുടെ ഇമോഷൻസിനെ കൺട്രോൾ ചെയ്തിട്ട് അവർക്ക് അവരുടെ ലൈഫിന് മുന്നോട്ട് കൊണ്ടുപോകാൻ പറ്റാത്തത് കൊണ്ടുള്ള ഒരു പ്രശ്നമാണ്. അടുത്തത്, ഒരു ഹെൽത്തി റിലേഷൻഷിപ്പ് ബിൽഡ് ചെയ്യാൻ മെൻ്റൽ ഹൈജീൻ വളരെ അത്യാവശ്യമാണ്. ഇപ്പോൾ നമുക്ക് ഒരു ഫ്രണ്ട് ഉണ്ടെന്ന് വെച്ചോളൂ. നമ്മുടെ ഫ്രണ്ട് എപ്പോഴും നെഗറ്റീവ് പറഞ്ഞ് നടക്കുന്ന, ലൈഫിനോട് ഒരു നെഗറ്റീവ് അപ്രോച്ചുള്ള ഒരാളാണെങ്കിൽ നമുക്ക് അവരോട് കൂട്ടുകൂടാനേ പറ്റില്ല, അല്ലേ? നമ്മൾ തമാശയ്ക്കൊക്കെ പറയല്ലേ, നീ ഭയങ്കര നെഗറ്റീവ് വൈബാണ്, നീ ഫുള്ള് നെഗറ്റീവാണ്, നെഗറ്റിവിസമാണ് നിൻ്റെ ഉള്ളിൽ എന്നൊക്കെ പറയും. അപ്പോൾ നമുക്കെപ്പോഴും പോസിറ്റീവായിട്ടുള്ള, നമ്മളുടെ കോൺഫിഡൻസ് ഒക്കെ ബൂസ്റ്റ് ചെയ്യുന്ന, നമ്മളെ എൻകറേജ് ചെയ്യുന്ന ആൾക്കാരോട് കൂടി കൂട്ടുകൂടാനാണ് നമുക്കിഷ്ടം. സോ അത് ഇങ്ങനെയുള്ള ഈ മെൻ്റൽ ഹൈജീൻ ഡൗൺ ആയിട്ടുള്ള ആൾക്കാരുടെ റിലേഷൻഷിപ്പിനെയും അത് ബാധിക്കും. നെക്സ്റ്റ് എന്ന് പറയുന്നത്, അവർ ലൈഫ്സ് ചാലഞ്ചസ് ബ്രേവ്ലി. അത് ഇങ്ങനെ മെൻ്റലി ഓക്കെ ആയിട്ട് സ്റ്റേബിളായിട്ടുള്ള ആൾക്കാരുടെ അവരുടെ ലൈഫിലെ ചാലഞ്ചസിനെയൊക്കെ ഈസി ആയിട്ട് അവർ ഹാൻഡിൽ ചെയ്യും. ഓക്കെ, എ ഹെൽത്തി മൈൻഡ് ലീഡ്സ് ടു എ ഹെൽത്തി ലൈഫ്. ഒബ്വിയസ്ലി ഒരു ആരോഗ്യകരമായ അല്ലെങ്കിൽ സന്തോഷകരമായ ഒരു ലൈഫ് വേണമെങ്കിൽ ആദ്യം ആരോഗ്യമുള്ള, സന്തോഷമുള്ള ഒരു മൈൻഡ് സെറ്റ് ഉണ്ടാവണം. നെക്സ്റ്റ് നമുക്ക് മെൻ്റൽ ഹൈജീൻ്റെ കുറച്ച് ഒബ്ജക്റ്റീവ്സ് നോക്കാം. 1 by 1 ആയിട്ട് നമുക്ക് നോക്കാം. മെയിൻറ്റെയിനിങ് മെൻ്റൽ ഹെൽത്ത്. സോ മെയിൻറ്റെയിനിങ് മെൻ്റൽ ഹെൽത്ത് ഹെൽപ്സ് us stay calm and relaxed. ഇത് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്തത് തന്നെയാണ്. കാം ആൻഡ് റിലാക്സ്ഡ്, നല്ലൊരു പോസിറ്റിവിറ്റി ആയിട്ട് സ്റ്റേ ചെയ്യാൻ നമ്മളെ ഹെൽപ്പ് ചെയ്യും. പിന്നെ സെൽഫ് കോൺഫിഡൻസ് ഇമ്പ്രൂവ് ചെയ്യും. ഇമോഷൻസ് അണ്ടർ കൺട്രോളിൽ വെക്കാൻ നമ്മളെ സഹായിക്കും. പിന്നെ ബാലൻസ്ഡ് മൈൻഡ് മേക്സ് us stronger from within. നമ്മുടെ ഉള്ളിൽ നിന്ന് തന്നെ നമ്മുടെ ഒരു ബാലൻസ്ഡ് മൈൻഡ് നമുക്കുണ്ടാവും. അത് നമ്മൾ സ്ട്രോങ് ആക്കി വെക്കുകയും ചെയ്യും. ഓക്കെ, സോ രണ്ടാമത്തെ ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് പ്രിവെൻറ്റിങ് മെൻ്റൽ പ്രോബ്ലംസ് ആണ്. സോ നമുക്കറിയാം, നമ്മുടെ നല്ല മെൻ്റലി ഓക്കെ ആണെങ്കിൽ നമുക്ക് സ്ട്രെസ്സ്, ഫിയർ, ആങ്സൈറ്റി ഇതൊക്കെ ഒരുപാട് ഒരു ലിമിറ്റ് വരെ നമുക്കത് കുറയ്ക്കാൻ സഹായിക്കും. പിന്നെ നമ്മുടെ ഈ ഒരു പ്രിവെൻറ്റിങ് മെൻ്റൽ പ്രോബ്ലംസിൽ നമ്മൾ ഹെൽപ്സ് ഇൻ ഏർലി ഐഡൻറ്റിഫിക്കേഷൻ ഓഫ് ഇമോഷണൽ ഇഷ്യൂസ്. നമുക്കുള്ള ഒരു ഇമോഷണൽ ഇഷ്യൂടെ നമുക്ക് മുന്നേ ഐഡൻറ്റിഫൈ ചെയ്യാൻ പറ്റും. പിന്നെ നമ്മൾ എൻകറേജ് സീക്കിങ് ഹെൽപ്പ് വെൻ നീഡഡ്. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. നമ്മൾ മിക്ക ആൾക്കാരും നമുക്ക് എന്തെങ്കിലും ഒരു ഇമോഷണൽ ബുദ്ധിമുട്ട് വരുമ്പോൾ നമ്മളൊരു സൈക്കോളജിസ്റ്റിനെ കാണുന്നത്, ഒരു കൗൺസിലിങ്ങിന് പോകുന്നത്, ഒരു സൈക്കാട്രിസ്റ്റിനെ കാണുന്നതൊക്കെ ഭയങ്കര വളരെ മോശപ്പെട്ടൊരു കാര്യമായിട്ട്, ഒരു ഷെയിംഫുള്ളായ ഒരു കാര്യമായിട്ടാണ് കാണുന്നത്. അതുകൊണ്ട് തന്നെ നമ്മൾ ഒരു മെഡിക്കൽ ഹെൽപ്പ് അല്ലെങ്കിൽ മറ്റൊരാളുടെ ഹെൽപ്പ് നമ്മൾ എടുക്കാറില്ല. നമ്മൾ ഒരു ഷെയിംഫുൾ തോട്ട് അല്ലെങ്കിൽ ഷെയിംഫുൾ ഒരു ആക്ഷനായിട്ടാണ് അതിനെ കാണുന്നത്. ശരിക്കും നമുക്കൊരു പനി വരുന്ന പോലെ, നമ്മുടെ കൈക്കൊരു ഫ്രാക്ചർ ഉണ്ടാവുന്ന പോലെ, അങ്ങനെയൊക്കെ ഉള്ളൂ മനസ്സിന് വരുന്ന ഒരു ബുദ്ധിമുട്ട്. അടുത്ത ഒബ്ജക്റ്റീവ് എന്ന് പറയുന്നത് ഇമോഷണൽ അഡ്ജസ്റ്റ്മെൻ്റ് ആണ്. അതായത് നമ്മൾ ഇമോഷണലി നമ്മുടെ സറൗണ്ടിങ് ആയിട്ട് അഡ്ജസ്റ്റ് ചെയ്യുന്നതിനെ പറ്റിയാണ് അത് സംസാരിക്കുന്നത്. ടീച്ചേഴ്സ് ടു ആക്സെപ്റ്റ് സക്സസ് ആൻഡ് ഫെയിലിയർ. അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇന്നത്തെ കാലത്ത് നമുക്ക് ഫെയിലിയർ ആക്സെപ്റ്റ് ചെയ്യാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്, അല്ലേ? നമ്മുടെ ഒരു എഡ്യൂക്കേഷൻ സിസ്റ്റത്തിൽ നമ്മളെ പ്രീ സ്കൂൾ തൊട്ടിട്ടേ നമ്മൾ പാസ്സായി വരുന്നത് കൊണ്ട് തന്നെ നമുക്ക് ഏതെങ്കിലും ഒരു പേപ്പർ പിന്നീട് ഹയർ ക്ലാസ്സിലെത്തുമ്പം ബാക്ക് ആവുകയോ ഫെയിലാവുകയോ ചെയ്താൽ അത് സ്റ്റുഡൻസിന് ഭയങ്കരമായ ബുദ്ധിമുട്ടാണ്, മെൻ്റൽ ട്രോമയാണ് ഉണ്ടാവുന്നത്. ഇതൊക്കെ ഒരു മെൻ്റൽ ഹൈജീൻ്റെ ഭാഗമായിട്ടുള്ള ഇമോഷണലി നമ്മൾ അഡ്ജസ്റ്റ് ആവാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അടുത്തത് നമ്മുടെ ആങ്കർ, സാഡ്നെസ്, ഫ്രസ്ട്രേഷൻ ഇതൊക്കെ കൺട്രോൾ ചെയ്യാൻ സഹായിക്കും. പിന്നെ പേഷ്യൻസ് ആൻഡ് ടോളറൻസ്, എൻഡ്യൂറൻസ്. അതായത് ടോളറൻസ് എന്ന് പറയുന്നത് നമുക്ക് ഇമോഷണലി അഡ്ജസ്റ്റ് ആകുമ്പോൾ മാത്രം ഉണ്ടാവുന്ന ഒരു കാര്യമാണ്. എല്ലാവരും നല്ല ക്ഷമയുള്ള ആൾക്കാരല്ല, ഭയങ്കര ഷോർട്ട് ടെമ്പേർഡ് ആയിട്ടുള്ള ആൾക്കാർ നിറയെ നമ്മുടെ ചുറ്റുമുണ്ട്. ഇതൊക്കെ നമ്മൾ ആ ഒരു ഇമോഷണൽ സ്റ്റെബിലിറ്റി നമുക്കില്ലാത്തത് കൊണ്ടുള്ള പ്രശ്നമാണ്. അപ്പോൾ നെക്സ്റ്റ് എന്ന് പറയുന്നത് വി ലേൺ ടു റെസ്പോണ്ട് നോട്ട് റിയാക്ട്. അതായത് നമ്മുടെ മോശമായ രീതിയിൽ ഏതൊരു കാര്യത്തിനോടും ഷോർട്ട് ടെമ്പേർഡായിട്ട് റിയാക്ട് ചെയ്യാനല്ല നമ്മൾ ഇമോഷണലി സ്റ്റേബിൾ ആകുമ്പോൾ ചെയ്യേണ്ടത്. നമ്മളത് റെസ്പോണ്ട് ചെയ്യുക, പ്രതികരിക്കണം.
സോ നെക്സ്റ്റ് പറയുന്നത് പോസിറ്റീവ് പേഴ്സണാലിറ്റി ഡെവലപ്മെൻ്റ് ആണ്. ഒരാൾ പോസിറ്റീവായിട്ടുള്ള പേഴ്സണാലിറ്റി ഡെവലപ്പ് ചെയ്യാൻ നമ്മുടെ ഈ ഒരു മെൻ്റൽ ഹൈജീൻ നമ്മളെ സഹായിക്കും. നല്ല ഡിസിഷൻ മേക്കിംഗ് ഉണ്ടാക്കാൻ സഹായിക്കും. സെൽഫ് റെസ്പെക്റ്റ് ഫോർ അതേഴ്സ്. പിന്നെ എ ഹെൽത്തി മൈൻഡ് ഷേപ്സ് എ ഹെൽത്തി പേഴ്സണാലിറ്റി. നമ്മൾ പറഞ്ഞ പോലെ നല്ല ആരോഗ്യമുള്ള ഒരു മനസ്സാണ് ആദ്യം വേണ്ടത്. അത് ബാക്കിയുള്ള കാര്യങ്ങളെല്ലാം ഒരു ബിൽഡിംഗ് ബ്ലോക്സ് പോലെ നമ്മുടെ ലൈഫിനെയും നമ്മുടെ പേഴ്സണാലിറ്റിയും ക്യാരക്ടറേയും എല്ലാം ആഡ് ഓൺ ചെയ്തുകൊണ്ടിരിക്കും. സോ ഇത്രയും കാര്യങ്ങൾ മെൻ്റൽ ഹൈജീൻ, നല്ല ഒരു മെൻ്റൽ ഹൈജീൻ ഉണ്ടാവാൻ വളരെയധികം നമ്മളെ ഹെൽപ്പ് ചെയ്യുന്ന കുറച്ച് ക്രൈറ്റീരിയാസാണ്. സോ നമ്മൾ ഈ ടോപ്പിക്ക് കൺക്ലൂഡ് ചെയ്യുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് മെൻ്റൽ ഹൈജീൻ ഇസ് എസെൻഷ്യൽ ഫോർ എവ്രി വൺ. ഇത് ഒരു പ്രത്യേക ജനറേഷന് മാത്രമുള്ള ഒരു കാര്യമല്ല, എല്ലാവർക്കും മെൻ്റൽ ഹൈജീൻ വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യമാണ്. എ സൗണ്ട് മൈൻഡ് ലീഡ്സ് ടു എ സക്സസ്ഫുൾ ലൈഫ്. അതായത് സൗണ്ട് മൈൻഡ് എന്ന് ഉദ്ദേശിക്കുന്ന ഒരു ഹെൽത്തി മൈൻഡാണ്. നല്ലൊരു ഹെൽത്തി മൈൻഡ് ഉണ്ടെങ്കിൽ മാത്രമേ നമുക്കൊരു സക്സസ്ഫുൾ ആയിട്ടുള്ള ഒരു പീസ്ഫുൾ ആയിട്ടുള്ള ലൈഫ് നമുക്ക് ലീഡ് ചെയ്യാൻ പറ്റുള്ളൂ. പിന്നെ നമ്മുടെ മനസ്സിനെ പരിപാലിക്കുക എന്ന് പറയുന്നത് നമ്മുടെ ബോഡിയെ പരിപാലിക്കുന്ന പോലെ വളരെയധികം ഇമ്പോർട്ടൻ്റ് ആയ ഒരു കാര്യം തന്നെയാണ്. അപ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു ഹെൽത്തി മൈൻഡ് ഇസ് ദ ഗ്രേറ്റസ്റ്റ് വെൽത്ത്. ഹെൽത്ത് ഇസ് വെൽത്ത് എന്ന് പറയുന്ന പോലെ തന്നെ ഒരു ഹെൽത്തി മൈൻഡും നല്ല ഒരു ഗ്രേറ്റസ്റ്റ് വെൽത്ത് തന്നെയാണ്. സോ ഈ ടോപ്പിക്കിൽ നിന്ന് നമ്മൾ ഇത്രയും കാര്യങ്ങളാണ് പഠിക്കുന്നത്. സോ എല്ലാവരും മെൻ്റൽ ഹൈജീനെ നന്നായിട്ട് ടേക്ക് കെയർ ചെയ്യുക. ഓക്കെ, അപ്പോൾ ഈ ടോപ്പിക് എല്ലാവർക്കും ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുന്നു. ഇത് വളരെ ഈസി ആയിട്ട് റിയൽ ലൈഫിനോട് കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ്. നമുക്ക് ചെറിയൊരു നമ്മുടെ റിയൽ ലൈഫായിട്ട് കണക്ട് ചെയ്താൽ തന്നെ നമുക്ക് ഈ പോയിന്റ് വളരെ എളുപ്പത്തിൽ നമുക്ക് ഇലാബറേറ്റ് ചെയ്ത് എഴുതാൻ പറ്റും. ഓക്കെ, സോ എല്ലാവരും ഈ ഒരു പോയിന്റ് നന്നായിട്ട് കേൾക്കുക.